ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടിവി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയും പൂജയും അതുപോലെ എല്ലാവരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് പൂജ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ പൂജ തൻ്റെ അമ്മ തന്നെ ഒരിക്കലും വെറുക്കില്ലെന്നും തന്നെ ഒരിക്കലും തള്ളിക്കളയില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി പങ്കജിനോട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു തക്കം പാർത്തു വേണം ഇവളുടെ മനസ്സിലേക്ക് അവരുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി വിച്ഛേദിച്ച് കളയാനെന്നുള്ള ആ ഒരു തിരിച്ചറിവില് നീ ഇപ്പൊ ഈ പെരുവഴിയിൽ നിന്നല്ല ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടത്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അവിടെ നീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മാറി മറിയും. നീ വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് പൂജയെ വിളിച്ചുകൊണ്ട് പോണു. പൂജയാണെങ്കിൽ പോകാൻ തീരെ താല്പര്യം കാണിച്ചില്ല. പക്ഷെ ചെല്ലെന്നും പറഞ്ഞൊരു പരിധി കൂടുതൽ നിർബന്ധിച്ച് പൂജയെ കൂട്ടിക്കൊണ്ട് പോകുവാണ് അവൻ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ അനുവും അതുപോലെ അനുവും അനിരുദ്ധും കുഞ്ഞും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും സുമിത്രയ്ക്ക് അറിയില്ല. അപ്പൊ മകനും കൊച്ചുമകളും വന്നതിന്റെ സന്തോഷത്തിലാണ് സുമിത്ര. ഭയങ്കര സന്തോഷത്തില. അങ്ങനെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ പോയിരുന്ന വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം പണ്ട് ഇവര് സ്കൂളിലുണ്ടായിരുന്ന സമയത്ത് ടീച്ചറമ്മയും മോളും തമ്മിലുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അനിരുദ്ധാണെങ്കിൽ പുറത്ത് പോയി ഇങ്ങനെ എല്ലാം കണ്ടും കേട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ സുമിത്ര ഇങ്ങനെ കൊച്ചിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പൊ അമ്മയും അതുപോലെ അച്ഛനും തമ്മിലുള്ള വഴക്കിനെ പറ്റിയും അതുപോലെ അവർ തമ്മിൽ സംസാരിച്ചതിനെ പറ്റിയൊക്കെ സ്വരമോൾ ഇങ്ങനെ സുമിത്രയോട് പറയുവാണ്. അപ്പൊ സ്വരമോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധും അനന്യയും തമ്മിൽ വഴക്കാണെന്നും അവർ തമ്മിൽ പിരിയുകയാണെന്നുള്ള കാര്യം സുമിത്ര തിരിച്ചറിഞ്ഞു. പക്ഷെ മകന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയാൻ എന്തായാലും സുമിത്ര സമ്മതിക്കില്ല. സുമിത്ര എന്നിട്ട് നേരെ അപ്പൊ കൊച്ച് സുമിത്രയോട് പറഞ്ഞു, അച്ഛമ്മ അവരെ അങ്ങനെ വേർപിരിക്കരുത്, എനിക്ക് എൻ്റെ മമ്മിയെയും ഡാഡിയെയും വേണം, അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ കൊച്ചിങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായ സങ്കടം വന്നു നമ്മുടെ സുമിത്രയ്ക്ക്. സുമിത്ര എന്നിട്ട് കൊച്ചിനെ സമാധാനിപ്പിക്കുക, എൻ്റെ പൊന്നുമോള് ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, എൻ്റെ സ്വരമോളോടൊപ്പം മമ്മിയും ഡാഡിയും എന്നും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കൊച്ചിനൊരു ആശ്വാസം. കൊച്ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുമിത്ര കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് നേരെ അനിരുദ്ധിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പൊ അനിരുദ്ധ അമ്മയെ കണ്ടപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. അനിരുദ്ധിനോട് സുമിത്ര ചോദിച്ചു, എന്താ മോനെ, നീ എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അനന്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നതാണോ എന്ന് ചോദിച്ചപ്പം അല്ല അമ്മയെന്ന് പറഞ്ഞു. എന്തിനാ നീ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയുന്നേ? നീ അനന്യയെ പറ്റി ആലോചിച്ചാണ് ഇവിടെ ഇരുന്നതെന്നുള്ള കാര്യം അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ എന്തിനാ നീ അമ്മയോട് കള്ളം പറയണത്? അങ്ങനെ കള്ളം പറഞ്ഞിട്ട് എന്താ മോനെ, അമ്മയ്ക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഈ ഒരു കാര്യത്തിൽ അനന്യ തെറ്റുകാരിയല്ല. അതുകൊണ്ട് തന്നെ അനന്യെ നീ അങ്ങനെ ഒന്നും പറയാനും പാടില്ല. നീയും അനന്യയും സ്വരമോളും ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. കഴിഞ്ഞതെല്ലാം മറക്കുക. ഇതിനേക്കാളും എത്രയോ വലിയ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ കള്ളം പറഞ്ഞാലും ആരൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ വിജയിക്കുമെന്നുള്ള കാര്യം എൻ്റെ മോന് മനസ്സിലായില്ലേ? എത്രയോ അകലങ്ങളിലായിരുന്ന നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഒന്നിച്ചില്ലേ? അതുപോലെ എല്ലാം തിരികെ വരും. കഴിഞ്ഞതൊക്കെ ഇതൊക്കെ വിധിയാണെന്നോർത്ത് നീ അങ്ങ് ക്ഷമിക്കണം. പിന്നെ അനന്യ ഇതിലൊരിക്കലും ഒരു തെറ്റുകാരിയല്ല. അവളുടെ അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ചു. അതിപ്പോ നീയും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? നിന്റെ അച്ഛനെയും അല്ലെങ്കിൽ നിന്റെ അമ്മയെയും സംരക്ഷിക്കാനല്ലേ നീയും നോക്കുകയുള്ളൂ. അത് തന്നെ അവളും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നീ അവളോട് ദേഷ്യമൊന്നും വെക്കരുത്. അവളെ പോയി വിളിച്ചുകൊണ്ട് വരണം. അനന്യ അവളുടെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ അനിരുദ്ധിനോട് പറയാം. അപ്പൊ അനിരുദ്ധിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനിരുദ്ധ ഒരു രീതിയിലും അത് അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അവളത് ചെയ്തു അമ്മേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അവൾ എന്നെ മനസ്സിലാക്കിയില്ലെന്ന്. അവൾ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അവളുടെ സാഹചര്യം നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് സുമിത്ര വേറെയും കുറെയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തായാലും സുമിത്ര കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശരി എന്നുള്ള രീതിയിൽ തന്നെ അനിരുദ്ധ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതും പറഞ്ഞിട്ട് സുമിത്ര അകത്തേക്ക് കയറിപ്പോയി. സുമിത്ര അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അതേ തൊട്ട് പിന്നാലെ വീട്ടുമുറ്റത്തേക്ക് ഒരാൾ വരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, അപ്പു ആയിരുന്നു. അപ്പൊ അപ്പു വരുന്നത് കണ്ടത് നമ്മുടെ അനിരുദ്ധ. ആ കുടുംബത്തിനോട് മൊത്തം ദേഷ്യമുള്ളത് കൊണ്ട് അപ്പുവിനോടും ആ ഒരു ദേഷ്യം അനിരുദ്ധിനുണ്ട്. അപ്പു കയറി വന്നപ്പോഴേക്കും എങ്ങോട്ടാ ഇടിച്ചു കയറി വരുന്നത് എന്ന് അനിരുദ്ധ് അപ്പുവിനോട് ചോദിക്കുകയാണ്. ഇവിടെ നിന്റെ ആരും ഇരിപ്പില്ല, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അനിരുദ്ധേട്ട അങ്ങനെ പറയരുത്, അച്ഛൻ ചെയ്ത തെറ്റിന് ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞതല്ലെന്നൊക്കെ പറഞ്ഞപ്പം നിന്റെ അച്ഛൻ ചെയ്തത് വലിയ തെറ്റാ. അത് നിങ്ങളാരും അറിഞ്ഞതോ അറിയാത്തതോ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഇവിടേക്ക് ഇനി നിങ്ങളാരും വരാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളുമായി ഇവിടെ ആർക്കും യാതൊരു ബന്ധവുമില്ല. അമ്മയെ കാണാനാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ആൻറ്റി ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്നല്ലേ പറഞ്ഞത്, നീ ആൻറ്റിയെയും കാണണ്ട ആരെയും കാണണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. അങ്ങനെ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പുവിന് ഭയങ്കര സങ്കടമായി. അപ്പുവിനെ എന്നിട്ട് ആട്ടി ഇറക്കുന്നത് പോലെ അനിരുദ്ധ അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. അങ്ങനെ അപ്പു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അനിരുദ്ധ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ സുമിത്ര സ്വരമോളുടെ ലോകത്തായി. പിന്നെ പൂജയെക്കുറിച്ചൊന്നും സുമിത്ര ചിന്തിക്കുന്നത് പോലുമില്ല. ഈ സമയം പൂജ
അവിടെ പങ്കജിന്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പങ്കജും അതുപോലെ തന്നെ അമ്മയും ഇവരെല്ലാവരും കൂടി ചേർന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പൂജ ഇവിടെ നിന്ന് പോകരുത് പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇട്ട ഡ്രസ്സാല വന്നിരിക്കുന്ന പൂജയ്ക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കരുതി വെച്ചിരിക്കാം. എന്നിട്ട് ഇവിടുന്ന് പോകരുത് പോകരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് കണ്ടോ എൻ്റെ മോള് വരുമ്പോൾ തരാൻ വേണ്ടി ആൻറ്റി വെച്ചിരുന്നാണെന്നൊക്കെ പറഞ്ഞ് സോപ്പിങ്. ഇതെല്ലാം കേട്ടും കണ്ടും നമ്മുടെ പൂജ അങ്ങനെ അങ്ങ് മറന്നു പോവുകയും ചെയ്തു. കാരണം ഇവിടെ മൊത്തം പ്രശ്നവും അപ്പം നിനക്ക് വേറെ ആരും ഇല്ല, ഞങ്ങളേ ഉള്ളൂ എന്ന് ഇങ്ങനെ പൂജയോട് പറഞ്ഞ് പൂജയുടെ മെമ്മറിയിലേക്ക് അത് കയറി. എന്നിട്ട് പൂജയോട് പറഞ്ഞു നീ ഇവിടെ തന്നെ നിന്നാൽ മതി, നീ പോകരുതെന്നും പറഞ്ഞ് പൂജയോട് പറയാം. അപ്പോൾ പൂജ അവിടെ നിന്ന് പോകരുത് എന്നുള്ള നിർബന്ധം ഇവർ പറയുന്നു. അതേതായാലും പൂജയ്ക്ക് സന്തോഷമായി പൂജ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പൂജയോട് പോയി ഡ്രസ്സ് മാറാനൊക്കെ പറഞ്ഞു. അങ്ങനെ പൂജ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ സാരിയൊക്കെ ഉടുത്തോണ്ടാണ് വരുന്നത്. അങ്ങനെ പൂജ സാരി ഉടുത്ത് ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കില്ല. ആരാ ഈ വരുന്നേ, ആൻറ്റിയുടെ പൊന്നുമോളാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ. പങ്കജം നേരത്തേനും ഇങ്ങനെ പൊക്കി ആകാശത്തിൽ തൊട്ട് താഴെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ പൂജ ഇതൊക്കെ കേട്ടാൽ മനസ്സിൽ സങ്കടങ്ങളൊക്കെ മറന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്ന ആ സമയം നോക്കിയാണ് ആ വീട്ടിലേക്ക് ഇതേ വരുന്നത് നമ്മുടെ അപ്പു. അതായത് സുമിത്രയുടെ വീട്ടിലേക്ക് കയറ്റാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് നേരെ പോരുന്നത്. അപ്പോൾ പൂജയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പൂജ എന്ത് ചെയ്യുന്നൊക്കെ അനിരുദ്ധിനോട് ചോദിച്ചു. പൂജയുടെ കാര്യമൊന്നും അറിയില്ലെന്നാണ് അനിരുദ്ധ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ കാണും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് അപ്പു പങ്കജിന്റെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ വന്നപ്പോൾ പൂജയെ കണ്ടു. പൂജ അപ്പോൾ അപ്പു വരുന്നത് പങ്കജ് കണ്ടു. പങ്കജ് വന്ന് ദേ നിന്നെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോൾ അപ്പു എന്ന് പറഞ്ഞു. പൂജ പോകാനായിട്ട് തയ്യാറായില്ല. നീ ചെന്ന് അവനെ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഇവർ നിർബന്ധിച്ച് പറഞ്ഞു വിടുക. അപ്പോൾ എന്നിട്ട് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നമ്മുടെ പൂജ ഇറങ്ങി ചെല്ലുന്നു. പൂജ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങി ചെല്ലുന്നത് കണ്ടപ്പോഴത്തേക്ക് അപ്പുവിന് ഒത്തിരി സന്തോഷമായി. അപ്പു ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പൂജയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പൂജ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോൾ അപ്പുവേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ട് ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാം. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഒരിക്കലും നീ എന്നെ ശിക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കാനില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് നിങ്ങളെ ആരെയും കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ അങ്ങനെ പറയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു. ഇനി അറിയാതെ എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോഴത്തേക്ക് ആ കൈ പിടിച്ചിട്ട് എനിക്ക് നിങ്ങളെ ആരെയും കാണണ്ട, ഇനി നിങ്ങളുമായൊന്നും യാതൊരു ബന്ധവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൈയും പിടിപ്പിച്ച് അകത്തേക്ക് കയറി പോവുക. അങ്ങനെ പൂജയും അപ്പുവും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന് അപ്പുവിന് മനസ്സിലായി. അതുപോലെ തന്നെ അകത്ത് നിന്ന് രഞ്ജിതയ്ക്കും മകനും ഭർത്താവിനും ഒക്കെ മനസ്സിലായി. അങ്ങനെ അതിൻ്റെ ഹാപ്പിനെസ്സിൽ അവരെങ്ങനെ നിൽക്കുന്നു. അപ്പോഴും ഇവരുടെ മനസ്സിലേക്ക്, അതായത് പൂജയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുത്തേണ്ടേയിരിക്കുകയാണ്. നിന്നെ ചതിക്കാൻ വേണ്ടിയാണ് വരുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്ര സ്വരമോൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു. അപ്പോൾ സ്വരമോൾ ഇപ്പോൾ ഫുൾ ടൈം സിദ്ധുവിൻ്റെ മടിയിലാണ്. അങ്ങനെ സിദ്ധുവുമായിട്ട് കുഞ്ഞു ചിരിയും കളിയും കൊഞ്ചലും വർത്തമാനവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. സുമിത്ര അന്നേരത്തേക്കും ഭക്ഷണം വാരി കൊടുക്കുന്നു. അങ്ങനെ സുമിത്രയുടെയും അതുപോലെ സിദ്ധുവിൻ്റെയും ജീവിതത്തിലേക്ക് ശരിക്കും സ്വരമോള് ഭയങ്കരം ഒരു ഇതായി. അപ്പം അങ്ങനെ ആ ഒരു സമയം നോക്കുന്ന കൊച്ചു കാണുന്നത് സുമിത്രയും അതുപോലെ രോഹിത്തും കൂടി ഇരിക്കുന്ന ഫോട്ടോയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പം അല്ല അച്ഛമ്മേ ഇതാരാ, അച്ഛമ്മയുടെ കൂടെ ഇരിക്കുന്നത് ആരാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ സിദ്ധുവിൻ്റെ മുഖം പെട്ടെന്ന് വാടി. സുമിത്ര അന്നേരം പുഞ്ചിരിയോടുകൂടി തന്നെ കൊച്ചിനെ ഇങ്ങനെ നോക്കുവാണ്. അത് ആരാണെന്ന് ചോദിച്ചപ്പോഴും അത് ആരാ അച്ഛമ്മേ എന്ന് ചോദിച്ചപ്പോൾ അത് അച്ഛമ്മയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛമ്മയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളോ? ആ അങ്കിളിൻ്റെ സ്ഥാനത്ത് അച്ഛൻ്റെ ഫോട്ടോ അല്ലേ ഇരിക്കണ്ടേ, അവിടെ എന്തിനാ ആ ചേട്ടൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ എൻ്റെ മൂക്ക് വിശദമായിട്ട് പറഞ്ഞു തരാമെന്നും പറഞ്ഞ് അങ്ങനെ പറയണു നമ്മുടെ സുമിത്ര കൊച്ചിനോട്. അപ്പോഴേക്കും എന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സിദ്ധു ആണെന്നുണ്ടെങ്കിൽ സുമിത്ര ഇങ്ങനെ ദയനീയമായിട്ടൊരു നോട്ടമൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ഇതേ സമയം പിന്നെ നമ്മുടെ ചിത്രയും ദീപും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിത്രയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ദീപ് കിടന്ന് പെട്ടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഇയാൾ കാശ് കൊടുക്കാനുള്ള ആ ഒരു തമിഴൻ കയറി വരുന്നത്. അപ്പോൾ അയാൾ കയറി വന്നപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുന്നു. ഇയാളെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ദീപുവിൻ്റെ പകുതി ജീവൻ അങ്ങ് തീർന്നു. അയാൾ കയറി വന്നിട്ട് ദീപുവിനോട് പൈസ ചോദിച്ചു. ദീപുവിൻ്റെ കയ്യിലുണ്ടോ എടുത്ത് കൊടുക്കാൻ. ഇപ്പോൾ കുറച്ച് സാവകാശം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദീപുവിൻ്റെ കുത്തിന് പിടിച്ച് വലിച്ചങ്ങ് എടുത്തിട്ട് ഇനിയും സാവകാശം ചോദിക്കുന്ന നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു. പിന്നെ ചിത്രയാണെങ്കിൽ പിടിച്ച് വലിച്ചു മാറ്റാനൊക്കെ ചെന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. അവനാണെങ്കിൽ എട്ടത്തിട്ട് പെരുമാറുന്ന രീതിയിൽ ദീപുവിന് കൊല്ലുവാണ്. അങ്ങനെ ദീപു മരണത്തിൻ്റെ വക്കിലേക്ക് അങ്ങ് എത്തി. ഇതൊന്നും കണ്ടിട്ടും വലിയ രീതിയിലൊന്നുമുള്ള ടെൻഷനോ കാര്യങ്ങളോ ചിത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും കൺമുന്നിൽ കിടന്ന് ഇയാളെ ഇങ്ങനെ ചവിട്ടി കൂട്ടുന്നത് കാണുമ്പോൾ ഒരു വിഷമം. അങ്ങനെ സുമിത്രയെ ചതിച്ചതിൻ്റെ ഫലമായി ദീപു മരണത്തോട് മല്ലടിക്കുന്ന ഒരു സാഹചര്യം.
അപ്പോൾ അങ്ങനെ ആ ഒരു വല്ലാത്ത സിറ്റുവേഷനിലൂടെ ഇവർ കടന്നു പോകുന്നു. ഈ സമയത്ത് കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം, അതിന് വേണ്ടിയിട്ട് ഈ പൂജയെ കൊണ്ട് തന്നെ ഇങ്ങോട്ട് പറയിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ അവരവിടെ ഗൂഢാലോചനകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു. ആ വീട്ടിലുള്ളതിൽ ഏറ്റവും നല്ല മുറിയൊക്കെ പൂജയ്ക്ക് കൊടുത്ത് പൂജ ഇങ്ങനെ അമ്പരപ്പോട് കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇതൊക്കെ എന്താണെന്ന്. പിന്നെ അവിടുത്തെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ആ ഒരു പൂജ അത് വേണ്ടുവോളം ആസ്വദിക്കുന്നതുമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം പുതിയ പുതിയ വഴിത്തിരിവിലേക്കൊക്കെ വരുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം. എല്ലാവർക്കും നന്ദി.